മോഹിനിയാട്ടവും വീണാവിഷ്കാരവും സമന്വയിപ്പിച്ച വ്യത്യസ്ത കലാപരിപാടിയായ ലാസ്യ വിഭജിക വിജയദശമി ദിനത്തിൽ കണ്ണൂർ ചിറക്കൽ ചാമുണ്ടിക്കോട്ടം ക്ഷേത്രാങ്കണത്തിൽ അരങ്ങേറും. കലാമണ്ഡലം ഷീബ കൃഷ്ണകുമാറും കണ്ണൂർ ചിറക്കൽ കോവിലകത്തെ സുമ സുരേഷ് വർമ്മയും ചേർന്നാണ് അവതരണം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. മോഹിനിയാട്ടവും വീണാവിഷ്കാരവും സമന്വയിപ്പിച്ച വ്യത്യസ്ത കലാപരിപാടിയായ ലാസ്യ വിഭജിക ഒക്ടോബർ 2 വൈകുന്നേരം 7 മണിക്ക് കണ്ണൂർ ചിറക്കൽ ചാമുണ്ടിക്കോട്ടം ക്ഷേത്രാങ്കണത്തിൽ അരങ്ങേറും. വായ്പാട്ടിന് പകരം വീണയുടെ അകമ്പടിയോടെ ഒരുക്കിയിരിക്കുന്ന ഈ അവതരണത്തിൽ നൃത്തവും സംഗീതവും കൈകോർത്തു മുന്നേറും. തലശ്ശേരി തിരുവങ്ങാട് സ്വദേശിനിയായ കലാമണ്ഡലം ഷീബ കൃഷ്ണകുമാറും കണ്ണൂർ ചിറക്കൽ കോവിലകത്തെ സുമ സുരേഷ് വർമ്മയും ചേർന്നാണ് അവതരണം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. സാധാരണയായി വായ്പാട്ട്, നട്ടുവാങ്കം, മൃദംഗം, വയലിൻ, ഇടയ്ക്ക എന്നീ വാദ്യോപകരണങ്ങളോടെയാണ് ഇത്തരം പരിപാടികൾ നടക്കാറുള്ളത്. എന്നാൽ ലാസ്യ വിഭജികയിൽ വായ്പാട്ട് വീണയുടെ നാദത്തിലൂടെയാണ് അവതരിപ്പിക്കുന്നത്. പ്രേക്ഷകർക്ക് സുപരിചിതമായ സ്വാതി തിരുനാൾ കൃതികളും ശാസ്ത്രീയ ഗാനങ്ങളും ഇതിനായി തിരഞ്ഞെടുത്തിട്ടുണ്ട്. അഷ്ടപതിയാട്ടം എന്ന അന്യം നിന്നുപോയ അപൂർവ കലാരൂപം പത്മശ്രീ ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായരുടെ ശിക്ഷണത്തിൽ അഭ്യസിച്ച് 200-ലധികം വേദികളിൽ അവതരിപ്പിച്ചിട്ടുള്ള പ്രഗത്ഭ മോഹിനിയാട്ടം നർത്തകിയാണ് കലാമണ്ഡലം ഷീബ കൃഷ്ണകുമാർ. 14-ാം വയസ്സിൽ വീണ പഠനം ആരംഭിച്ച സുമ സുരേഷ് വർമ്മ ഇന്ന് കേരളത്തിലെ ശ്രദ്ധേയ വീണ വിദൂഷികളിൽ ഒരാളാണ്. മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിൽ നടന്ന ഒരു കലാപരിപാടിക്കിടെയാണ് മോഹിനിയാട്ടവും വീണയും സമന്വയിപ്പിച്ചുള്ള അവതരണം നടത്തണമെന്ന ആശയം പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി മുന്നോട്ട് വെച്ചത്. അതിന് അദ്ദേഹം തന്നെയാണ് ലാസ്യ വിഭജിക എന്ന പേര് നൽകിയത്. ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ.